അതെ, കൊച്ചി തോൽവി അപ്രതീക്ഷിതമായിരുന്നു. ഒരു മികച്ച ഭരണമെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു കോർപ്പറേഷൻ ഭരണമായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. അപ്രതീക്ഷിതമായ തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പൊതുവെ ഉള്ള തോൽവിയുടെ ഭാഗമായി തന്നെ അതിനെ കാണുന്നുണ്ട്. സൂക്ഷ്മമായിട്ടുള്ള ഒരു വിലയിരുത്തൽ വേണ്ടിവരും. ഏതെല്ലാം ഘടകങ്ങളാണ് ഇങ്ങനെ ഒരു തോൽവിയിലേക്ക് നയിച്ചത് എന്നുള്ളത് അത് ഞങ്ങൾ വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തെല്ലാമാണ് തിരുത്തേണ്ടത്, അതെല്ലാം തന്നെ നല്ല പരിശോധനയ്ക്ക് വിധേയമായി അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ശബരിമല വിഷയമാണ്. ശബരിമല വിഷയത്തിൽ കേസ് ഇയാക്കപ്പെട്ട CPM നേതാവിനെ പാർട്ടി സംരക്ഷിക്കണം. പാർട്ടിയിൽ നിന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് വളരെ പ്രതിപക്ഷം ഒരിക്കലും ഈ അന്വേഷണം അംഗീകരിച്ചിരുന്നില്ലല്ലോ. അന്വേഷണം ഇതിനോട് യോജിപ്പില്ല. ഞങ്ങൾ തന്നെ നിയമസഭയിൽ പറഞ്ഞത് ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണമാണ്. അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഒരു കുറ്റക്കാരെ അതിന് സംരക്ഷിക്കില്ല. പക്ഷേ പ്രതിപക്ഷം തന്നെ സഭയിൽ പറഞ്ഞത് ഞങ്ങൾ അതിനെ യോജിക്കുന്നില്ല, CBI അന്വേഷണം വേണം. അത് പറഞ്ഞിട്ടാണ് അവര് സഭാ നടപടികൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചത്. അപ്പോ ആ നിലപാടിൽ നിന്ന് ഇപ്പൊ അവര് മാറി. ഇപ്പൊ അവർ SIT വിശ്വാസം അർപ്പിക്കുന്നു, അത്രയും നല്ലത്. പാർട്ടി നടപടി എടുത്തില്ല. ഞാൻ പറഞ്ഞത് ആ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു തരത്തിലും ഒരാളെ സംരക്ഷിക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാണോ അതിൽ പാർട്ടിക്കും ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് സന്ദർഭത്തിൽ ആ സമയത്തെ ദേവസ്വം ബോർഡ്, ആ സമയത്തെ കാര്യങ്ങൾ, അതൊക്കെയാണല്ലോ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ശക്തമായ രീതിയിൽ ഈ ഗവൺമെന്റ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു പ്രതിയും സംരക്ഷിക്കുന്നില്ല. ഇപ്പൊ ആ ഭാഗത്ത് തന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. പന്തളമായാലും കുളനടയായാലും ശബരിമല മേഖലയ്ക്കകത്തൊക്കെ തന്നെ. എന്നാൽ ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും ഏതെല്ലാം തരത്തിലുള്ള ഇതുണ്ടായിട്ടുണ്ട്, ഓരോ പ്രശ്നവും എങ്ങനെയാണ് ജനങ്ങളിൽ ഈ വിധിയിലേക്ക് എത്തിക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്, അതിൽ ഞങ്ങൾ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ, അതെല്ലാം ഈ പരിശോധനയുടെ ഭാഗമായിട്ട് വരും. പാലക്കാടും BJP മാറ്റി അല്ല, അതിപ്പോ നമ്മൾ തൃപ്പൂണിത്തുറയിൽ നമ്മളാണ് ഒന്നാമത്തെ കക്ഷിയായി നിൽക്കുന്നത്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഇവർ തമ്മിൽ എന്തെല്ലാം അന്തർധാരകളുണ്ടെന്നൊക്കെ കുറെ കൂടി സൂക്ഷ്മമായി നമ്മൾ പലതും പരിശോധിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ആത്മവിശ്വാസത്തോടുകൂടി തിരിച്ചു വരുന്നതിനുള്ള ഗൗരവമായ പരിശോധന നടത്തും. ഭരണതലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, സംഘടനാ തലത്തിൽ എല്ലാ പരിശോധനയും നടത്തും. ഏതെല്ലാം തിരുത്തലുകൾ വേണമെങ്കിൽ ആ തിരുത്തലുകൾ വരുത്തും. ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ആർജിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും. അല്ല, അതിപ്പോ നമ്മളിപ്പോ ഞങ്ങളാണല്ലോ അവിടുത്തെ ഒന്നാമത്തെ കക്ഷി. ഇപ്പൊ ഞങ്ങൾ മത്സരിക്കുന്നുണ്ടല്ലോ തൃപ്പൂണിത്തുറയിൽ. പാലക്കാട് അത്തരം കാര്യങ്ങളൊക്കെ അവിടെയായിരിക്കും ചർച്ച ചെയ്യുക. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതാണ്. ഏറ്റവും മികച്ച ഭരണത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്ഷേപം എടുത്തു പറയാവുന്നതില്ല. നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ UDF കാലത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് ഈ കാലം എന്നുള്ളതെല്ലാം വസ്തുതകളാണ്. പക്ഷെ അത് എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് അതേപോലെ എത്തിയിട്ടില്ല, അത് സംബന്ധിച്ച് കുറവുകളുണ്ടോ, അതെല്ലാം നന്നായി തന്നെ തുറന്ന ചർച്ചയോടുകൂടി ഞങ്ങൾ വിലയിരുത്തും. എല്ലാ ഭാഗത്തുനിന്ന് വരുന്ന വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾ സശ്രദ്ധം വീക്ഷിക്കും. പാർട്ടിക്കകത്തും അതിന് പുറത്തുനിന്ന് വരുന്ന അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അതിൽ നിന്നെല്ലാം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളും. മുഴുവൻ വിധി വായിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു, അപ്പീൽ പോകും എന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി. ആദ്യ ഭാഗത്ത് പ്രതികരണം നിങ്ങൾ ചാനലുകാർക്ക് അറിയാം. അന്ന് ചാനലിൽ എഴുതി കാണിക്കുന്ന പരമാവധി പ്രതികരണം നിങ്ങൾ ഉടൻ ഒരു പ്രതികരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യ ഭാഗത്തെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ ആദ്യ ഭാഗത്തും ഇപ്പോ ഗൗരവമായിട്ടുള്ള ഒരു അപ്പീൽ വേണമെന്ന് തന്നെയാണ്. പൊതുവെ അത് സംബന്ധിച്ച് രണ്ട് ഭാഗത്തും പൊതു തൃപ്തികരമല്ല. ശക്തമായിട്ടുള്ള നിലയിൽ അപ്പീലുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അത് പ്രോസിക്യൂഷനും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായ തീരുമാനമെടുക്കും.